അത് കൊണ്ടോട്ടി നഗരസഭാ പരിധിയിലുള്ള 14-15 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്കായിട്ട് പുതിയ വാക്സിനേഷൻ, അതായത് HPV വാക്സിനേഷൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എന്ന് പറഞ്ഞാൽ ഈ വാക്സിൻ നമ്മൾ ഗർഭാശയഗള ക്യാൻസറിനെതിരെയുള്ള ഒരു വാക്സിനാണ്. അത് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നമ്മുടെ കൊണ്ടോട്ടി നഗരസഭ പരിധിയിലുള്ള പെൺകുട്ടികൾക്ക് നമ്മൾ ഈ മാസം 7-ാം തീയതി ശനിയാഴ്ച കൊണ്ടോട്ടി താലൂക്ക് ഹൗസിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഗർഭാശയഗള ക്യാൻസർ സ്ത്രീകൾക്കാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ക്യാൻസർ തടയാനുള്ള ഒരു വാക്സിനേഷനാണ് ഇതിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നത് 9 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്കാണ് സാധാരണ കൊടുക്കുന്നത്. അതിന് തുടക്കമെന്ന നിലയിലാണ് നമ്മൾ 14 വയസ്സ് മുതൽ 15 വയസ്സുള്ള കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ ഈ ശനിയാഴ്ച തുടക്കം കുറിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ ഗവൺമെൻറ് പദ്ധതിയിൽ നൽകുന്ന വാക്സിൻ പൂർണ്ണമായും സൗജന്യമാണ്. പക്ഷേ അത് പുറത്തുള്ള പീഡിയാട്രീഷ്യന്മാർ നിർദ്ദേശിക്കുന്ന വാക്സിന് ഏകദേശം 3500 രൂപ ചെലവ് വരുന്ന ഒരു വാക്സിനേഷനാണ് നമ്മുടെ ഗവൺമെൻറ് പദ്ധതിയിൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. സാധ്യത എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യയിൽ 1,20,000-ഓളം പുതിയ ഗർഭാശയഗള ക്യാൻസർ കണ്ടെത്തുന്നുണ്ട്. അത് തന്നെ നിങ്ങൾക്കറിയാമോ, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മരണ സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ തന്നെ ഗർഭാശയഗള ക്യാൻസർ തന്നെ 80,000 ആൾക്കാർ വരും, അതായത് 3/4 ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പം ഈ പ്രിവെന്റ് ചെയ്യാവുന്ന ക്യാൻസറിന്റെ ഒരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് ഗർഭാശയഗള ക്യാൻസർ. അതായത് മറ്റുള്ള ക്യാൻസറൊക്കെ പ്രിവെൻഷൻ ബുദ്ധിമുട്ടാണ്, വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഉള്ളൂ. പക്ഷേ ഈ ഗർഭാശയഗള ക്യാൻസറിന് നേരത്തെ തന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് വാക്സിനേഷൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള എല്ലാ ഇതേ പ്രായത്തിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ വാക്സിനേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റുള്ള വാക്സിനേഷൻ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് മരണവും അതുപോലെ തന്നെ ക്യാൻസറും തടയാനുള്ള പ്രധാന വാക്സിനാണ്. അപ്പം ബാക്കിയുള്ള വാക്സിൻ്റെ മാതിരി മുഖം തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. ഇത് വളരെയധികം പ്രയോജനമുള്ളതും അതോടൊപ്പം തന്നെ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ക്യാൻസർ, ഈ ഗർഭാശയഗള ക്യാൻസർ മാത്രമല്ല, വായിലെ ക്യാൻസർ, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ, അങ്ങനെ എല്ലാവിധ സ്ത്രീകൾക്ക് വരുന്ന ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിനേഷനോട് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഏകദേശം ഈ പ്രായത്തിലുള്ള ആൾക്കാർ എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന എല്ലാവർക്കും ഈ വാക്സിൻ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് വാക്സിൻ